പറയുന്ന സംഭവമാണ് ഈ വിക്ടർ ഓസിമൻ. ഇവന്റെ ഒരു കളി പറഞ്ഞാൽ അതായത് ഇതേപോലെ തന്നെ നമ്മൾ ജിറോണിന്റെ പേര് പറഞ്ഞ പോലെ തന്നെ ഇത്രയും കാലം പേപ്പറിലില്ലാത്ത അല്ലെങ്കിൽ സീനിലില്ലാത്ത ഒരു പ്ലെയർ ആയിരുന്നു എന്ത് ഈ വിക്ടർ ഓസിമൻ എന്ന് പറഞ്ഞത്. പെട്ടെന്ന് ഒരു കുതിച്ചുകയറ്റായിരുന്നു നാപ്പോളി എന്ന് പറഞ്ഞ ടീമിന്റെ തിരിച്ചുവരവും അതേപോലെ തന്നെ ഈ ഒരു വിക്ടർ ഓസിമൻ എന്ന് പറഞ്ഞ ഈ ഒരു പ്ലെയറെ തിരിച്ചുവരവും എന്താ പറയാ, ഈ ഈ വിക്ടർ ഓസിമനെ കുറിച്ച് പറയുമ്പോൾ പേസ്, ഫിനിഷിങ് അതേപോലെ തന്നെ സ്ട്രെങ്ത് മൂന്നും ഒന്നിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് വിക്ടർ ഓസിമൻ. അത്രയും എന്താ പറയാ അവന്റെ അത്ലറ്റിക് ആയിട്ടുള്ള മികവ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. അടിപൊളിയായിട്ടുള്ള പ്ലെയർ ആണ്. അതായത് നമ്മൾ എന്താ പറയാ ഇനി ഇതുപോലത്തെ പ്ലേയേഴ്സ് വരും എന്നുള്ളതിന്റെ ഒരു എന്താണ് പറയാ ഒരു തന്നെയാണ് വിക്ടർ ഓസിമൻ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് മലപ്പുറം കാക്കാക്ക്? തീർച്ചയായും എന്താണ് മൂപ്പര് ഒരു നല്ലൊരു പ്ലെയറാണ്. ഇപ്പൊ തന്നെ നല്ല ഫോമിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. ഇപ്പൊ നമ്മള് മറ്റേ യങ് ആയിട്ടുള്ള മറ്റു പ്ലേയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ സെയിം റൺ റേറ്റ് നമുക്ക് പറയാം റാഫേൽ ലിയാവോ. റാഫേൽ ലിയാവോ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലത്തെ ഒരു പ്ലെയർ, നല്ല സ്ട്രെങ്ത്തും അത്യാവശ്യം നല്ല സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്ലെയറാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്ലേയേഴ്സ് വരുക വെച്ച് കഴിഞ്ഞാല് ഭാവി നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. പക്ഷെ ഇതുപോലെ പ്ലേയേഴ്സിനെ വാർത്തെടുക്കാൻ കഴിയും. ഇതുപോലത്തെ പ്ലേയേഴ്സ് ഇപ്പോഴും നിലവിലുണ്ട്. ചിലപ്പോൾ ഇതില്ലെങ്കിൽ ഇതിനേക്കാളും മികച്ച പ്ലേയേഴ്സ് ഇനി വരും. എന്തായാലും മൂപ്പര് കരിയറിന്റെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിൽ ബെസ്റ്റിൽ ബെസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കരിയറിലെ പീക്ക് ഒരു പെർഫോമൻസിലാണ്. പിന്നെ വിക്ടർ ഓസിമനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് പറഞ്ഞാൽ ഇനി ഏത് ടീമിലേക്കാണ് വിക്ടർ ഓസിമൻ പോവാന്നുള്ളൊരു ചർച്ച ഉണ്ട്. അപ്പൊ ആ ഒരു ചർച്ചയിൽ കിടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡ് ആണ്. റയൽ മാഡ്രിഡ് നമുക്ക് ഓബിയസ്ലി അറിയാം. റയൽ മാഡ്രിഡ് ഇപ്പോൾ ഓൾറെഡി ഇംബാപ്പയ്ക്ക് വേണ്ടി കുറെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംബാപ്പ വരും പറയും, വരില്ല എന്ന് പറയും, അങ്ങനെ അങ്ങനെ ആ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്താണ് റയൽ മാഡ്രിഡ് എന്താണ് ഇംബാപ്പനെ കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ ഇംബാപ്പനായിട്ട് അടിപൊളി സ്ട്രൈക്കർ, ഇംബാപ്പനെ ഒപ്പം തന്നെ ഒന്ന് വെക്കാൻ പറ്റുന്ന സ്ട്രൈക്കറാണ് വിക്ടർ ഓസിമൻ. കാരണം ഇന്ന് ആലോചിച്ച് നോക്ക്, വിക്ടർ ഓസിമൻ, റോഡ്രിഗോ അതേപോലെ തന്നെ വിനീഷ്യസ്, ഈ ഒരു മൂന്നാൾക്കാരും വിക്ടർ ഓസിമൻ, റോഡ്രിഗോ, വിനീഷ്യസ് പറഞ്ഞ മൂന്നാൾക്കാർ ഫ്രണ്ട് ലൈനിലുണ്ടെങ്കിൽ അത്രയും ഡെഡ്ലി ആയിട്ടുള്ളൊരു കോംബോ വരണ്ടോ. അതായത് അത്രയും ഡെഡ്ലി ആയിട്ടുള്ള കോംബോ ആയിരിക്കും. ഫിനിഷിങ്ങും അതേപോലെ തന്നെ വിങ്ങർ ആയിട്ടുള്ള ഈ രണ്ടാൾക്കാരെയും കോൺട്രിബ്യൂഷൻസും കൂടിയിട്ട് നല്ലൊരു പണ്ടത്തെ ഒരു BBC സ്റ്റൈലിൽ സംഭവം വരും. എനിക്ക് തോന്നണം അതിനെ പറ്റിയിട്ട് ആ ഒരു ഓപ്ഷൻ, അതായത് PSG എന്നുള്ള ഓപ്ഷൻ. PSG ഉള്ള ഓപ്ഷൻസ് നമുക്ക് പിന്നെ കിടക്കാം. PSG പറഞ്ഞാൽ പൈസ എറിഞ്ഞിട്ട് സംഭവം എടുക്കുന്ന ടീമാണ്, അത് നമുക്ക് വേറെ പറയാനുള്ളത്. ഇപ്പൊ ഈ ഒരു റയൽ മാഡ്രിഡിന്റെ പോസിബിലിറ്റി എനിക്ക് തോന്നുന്നു അതിനെ കുറിച്ചിട്ട്. തീർച്ചയായും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവനെക്കാളും വിക്ടോസിനെക്കാളും എന്തുകൊണ്ടും നമ്മുടെ എംബാപ്പി വന്നു കഴിഞ്ഞാൽ അതിനും പഠിക്കും. പക്ഷെ എംബാപ്പി ആണെങ്കിൽ പൈസ കണ്ടിട്ട് PSG തന്നെ ഇപ്പൊ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. ഇപ്പൊ വരാം, ഞാൻ വരും, ഞാൻ വന്നുകൊണ്ടിരിക്കുക, അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എംബാപ്പെ. അടുത്ത സമ്മർ ഞാനൊക്കെ ട്രാൻസ്ഫർ ഇന്ത്യ വരും, ഞാൻ അങ്ങോട്ട് വരണം, അപ്പൊ ഇങ്ങോട്ട് വരണം. അപ്പൊ ഇവിടെ കൂടുതൽ വലിയ ഓഫർ കിട്ടും, പൈസ കിട്ടും, അപ്പൊ ഇവിടെ സ്റ്റേ ചെയ്യും. അങ്ങനെ എംബാപ്പ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എംബാപ്പെ വന്നില്ലാണ്ടെങ്കിൽ വിക്ടോസിന് സൈൻ ചെയ്യാൻ ഏറ്റവും നല്ലത്. ഇപ്പൊ റയൽ മാഡ്രിഡ് തന്നെ എന്താണ് ഈ ഒരു എംബാപ്പയുടെ ഒരു എന്താണ് മറ്റു കാര്യം എംബാപ്പയെ കൺസിഡർ ചെയ്യാത്തൊരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എംബാപ്പെ ഇനി വരുന്ന ഒരു സമ്മർ ചാടിയത്തിൽ എംബാപ്പെ റയലിൽ എത്തിയിരിക്കണം. എത്തണമെന്നുണ്ടെങ്കിൽ എംബാപ്പെ എന്ന് വിചാരിക്കണം. അങ്ങനെ വിചാരിച്ചില്ല എന്നുണ്ടെങ്കിൽ എംബാപ്പിന് ഇനി വേണ്ട. അവർക്ക് അതിലും വലിയ റീപ്ലേസ്മെന്റ് ആയിട്ട് മറ്റു പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. ഇപ്പൊ തന്നെ ഓൾറെഡി റയൽ മാഡ്രിഡ് നല്ല സ്ക്വാഡ്, നല്ല ഡെപ്ത് ഉള്ള സ്ക്വാഡ് ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ എംബാപ്പിനെ വിട്ട് ഫയർ ആയിരിക്കും. എംബാപ്പയ്ക്ക് നല്ലൊരു കരിയർ വേണമെന്നുണ്ടെങ്കിൽ എംബാപ്പെ എന്തുകൊണ്ട് റയൽ മാഡ്രിഡ് വരണം. എന്തുകൊണ്ട് റയൽ മാഡ്രിഡ് വരണം? വിക്ടോസിനെക്കാളും എംബാപ്പയാണ് ഏറ്റവും ബെസ്റ്റ് ആവാന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്നാലും എംബാപ്പെ വരുന്ന ഒന്നുകൂടി നല്ലത്. വിക്ടോസ് നല്ലൊരു പ്ലെയർ ആണ്, നല്ല സ്കില്ലുണ്ട്, നല്ല സ്ട്രെങ്ത് ഉണ്ട്, പേസിന്റെ ഓക്കെ എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ ഇതിനേക്കാളും എംബാപ്പെ വന്നു കഴിഞ്ഞാൽ ഓടി വിളിക്കും. നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ആയിട്ടുള്ള എംബാപ്പയുടെ പെർഫോമൻസ് നമുക്കറിയാം. എസ്പെഷ്യലി 2022 വേൾഡ് കപ്പിലൊക്കെ എംബാപ്പയുടെ ഫൈനലിലുള്ള ഒരു പെർഫോമൻസ് ഒരു പീക്ക് ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ഹാട്രിക് അടക്കം ഗോൾ അടിച്ചിട്ട് എനിക്ക് അർജന്റീന ഫാൻസിനെ പോലും മുൾമുനയിൽ നിർത്തിയ ഒരു പെർഫോമൻസ് തന്നെ എംബാപ്പെ. അപ്പൊ എംബാപ്പെ വരുന്നതാണ് കുറച്ചും കൂടി സൂട്ടബിൾ ആവുക എന്നെനിക്ക് തോന്നുന്നു. ഈ സിസ്റ്റത്തിൽ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആവും എംബാപ്പെ. എംബാപ്പയ്ക്ക് സിസ്റ്റം റയൽ മാഡ്രിഡ് സിസ്റ്റം കറക്റ്റ് യോജിച്ച സിസ്റ്റമാണ്. അപ്പൊ എംബാപ്പെ ഒന്നുകൂടി പൊളിക്കും. കാരണം നമുക്ക് റയൽ മാഡ്രിഡിന്റെ ഒരു പ്ലേ സ്റ്റൈൽ നമുക്കറിയാം. കൗണ്ടർ അറ്റാക്കുകളുടെ കിങ് ആണ് റയൽ മാഡ്രിഡ്. കാരണം റയൽ മാഡ്രിഡിന്റെ എല്ലാ സ്പീഡ് പ്ലേസ് വെച്ചാണ് റയൽ മാഡ്രിഡിന്റെ കളി മാത്രം. ബാഴ്സലോണ ടിക്കി ടാക്ക ശൈലി ഫോളോ ചെയ്യുന്ന ഒരു ടീമല്ല റയൽ മാഡ്രിഡ്. അത് നമുക്കറിയാം. റയൽ മാഡ്രിഡിനെ എപ്പോഴും പ്രിഫർ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല സ്പീഡി പ്ലേസ്, സ്പീഡി അറ്റാക്കേഴ്സിനെ നമ്മൾ പ്രിഫർ ചെയ്യുക കൂടുതലും.
എംബാപ്പെ നമുക്കറിയാം, എംബാപ്പെ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് പ്ലെയർ ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. ഒരു സംശയമുണ്ട്, മേ ബി ദ ഫാസ്റ്റസ്റ്റ്. എന്നാൽ എംബാപ്പയുടെ അത്ര പേസും മറ്റുള്ള ഒരു പ്ലെയർ അല്ല. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു എംബാപ്പനെ റീപ്ലേസ് ചെയ്യുന്നത് നല്ലത്. അതെ, എംബാപ്പെ അല്ല, ഇപ്പൊ കുറെ പ്ലേയേഴ്സ്, ഇപ്പൊ കുറെ ടീമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഈ വിക്ടർ ഓസിമനെ നോക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും വേണ്ടിയെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേസി ആയിട്ടുള്ള, ഫിനിഷിങ്ങിൽ സ്കില്ലുള്ള, അതേപോലെ സ്ട്രെങ്ത് ഉള്ള പ്ലേയേഴ്സിനാണ് എല്ലാവർക്കും ആവശ്യമുള്ളത് പറഞ്ഞാൽ. അതിന് കറക്റ്റ് ആയിട്ടുള്ളൊരു ഒരു എന്താണ് ഒരു ഓപ്ഷനാണ്, അതിൽ കറക്റ്റായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വിക്ടർ ഓസിമൻ. ഇപ്പോൾ വിക്ടർ ഓസിമൻ പറയണ്ടായി, ഇപ്പം അടുത്ത് പറയണ്ടായി എന്താണ്, നമുക്ക് പ്രീമിയർ ലീഗിൽ പോകാൻ നല്ല താല്പര്യം ഉണ്ടെന്ന് പറയണ്ടായി ഇപ്പം അടുത്ത്. അപ്പം എന്താ പറയുക, അത് പ്രീമിയർ ലീഗിൽ ഇപ്പം നമ്മൾ പ്രീമിയർ ലീഗിലത്തെ ഓപ്ഷൻസ് നോക്കുകയാണ് ചെൽസി. അപ്പോൾ ചെൽസിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രൈക്കറിന്റെ കുറവുണ്ട്. ചെൽസിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പരിഗണിക്കാം. അതേപോലെ തന്നെ വേറൊരു ടീമാണ് ആസ്നൽ ഇപ്പോൾ ഗാബ്രിയൽ ജീസസിനെക്കാട്ടി നല്ലൊരു റീപ്ലേസ്മെന്റ് ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് വിക്ടർ ഓസിമൻ തന്നെ ആവും. അപ്പോൾ വിക്ടർ ഓസിമൻ എന്താ പറയുക, കുറേ ടീമുകൾ നോക്കുന്നുണ്ട്, മിക്കവാറും ടീമിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ